ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ. വാകച്ചൂട് ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയുന്നത്. കരിമണൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും പ്രദേശത്തെത്തിയത് പുലിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെ വാകച്ചൂട് ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ടൗണിലെ ഓട്ടോ ഡ്രൈവറാണ് ഒരാഴ്ച മുൻപ് ഈ പ്രദേശത്ത് പുലിയെ കണ്ടത്. എന്നാൽ അന്ന് ആരും അതത്ര കാര്യമാക്കിയിരുന്നില്ല. ഇതിനിടെ പല വീടുകളിൽ നിന്നും വളർത്തുനായ്ക്കളെ കാണാതായത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ പുലി ഓടിപ്പോകുന്നത് കണ്ടതായി മറ്റൊരാൾ കൂടി വെളിപ്പെടുത്തി. അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുക. ഒറ്റ ചാടം ചാടിയിട്ട് റോഡിൽ ചാടിയിട്ട് അവിടുന്ന് ആ സൈഡിൽ അങ്ങനെ അങ്ങനെ തോമസ് കാര്യം അവിടെ നിൽപ്പുണ്ട്. പക്ഷേ തോമസ് കണ്ടില്ല. ഞാനിവിടെ ഒച്ച ഉണ്ടാക്കുന്ന കേട്ടോണ്ട് തോമസ് എന്നെ ശ്രദ്ധിക്കും. ഒത്തിരി വലിപ്പമൊന്നുമില്ല, എങ്കിലും ഒരു മുഴുപ്പ് പറഞ്ഞാൽ ഇത്രയും മുഴുപ്പ് വേണം. നീളം വാലൊക്കെ ഇങ്ങനെയാണ് നിൽക്കുക. ഇതിനിടെ ഈ പ്രദേശത്ത് മുള്ളൻപന്നിയെ കൊന്നു ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കരിമണൽ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെന്ന് സ്ഥിരീകരിക്കാനായില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് പറഞ്ഞു. ഞങ്ങൾ ആകപ്പാടെ ഭയങ്കര ഭീതിയിലാണ്. ഇവിടെ പുലി ഇറങ്ങി കുറേ പേരൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു. ഇതിൻ്റെ കാലും മുള്ളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേഞ്ച് ഓഫീസറെ വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുന്നതായിരിക്കും. ന്യൂസ് 18 ഇടുക്കി. പൊതുവിപണിയിൽ ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കിലോയ്ക്ക് 150 രൂപയായി. ക്രിസ്മസ് പുതുവത്സര സമയങ്ങളിൽ ആവശ്യക്കാർ ഏറിയതോടെ തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ എത്തുന്ന ഇറച്ചിക്കോഴികൾക്ക് വില വർദ്ധിപ്പിച്ചു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. 100 രൂപയിൽ താഴെ നിന്നിരുന്ന ഇറച്ചിക്കോഴിയുടെ വില ഇപ്പോൾ കുതിച്ചുയർന്ന 150-ലെത്തി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് ഈ കുതിപ്പ്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. 3 മാസം മുൻപ് സമാനമായ രീതിയിൽ ഇറച്ചിക്കോഴി വില വർദ്ധിച്ചെങ്കിലും 2 ആഴ്ചയ്ക്ക് ശേഷം കുറഞ്ഞിരുന്നു. അടിക്കടിയുള്ള വിലവർദ്ധനവ് ഹോട്ടലുകൾക്കും കാറ്ററിംഗ് മേഖലയ്ക്കുമെല്ലാം തിരിച്ചടിയാണ്. കേരളത്തിൽ തന്നെ നിരവധി ഇറച്ചിക്കോഴി വിപണന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തീറ്റയുടെ വിലവർദ്ധനയും പരിപാലന ചെലവും വർദ്ധിച്ചതോടെ പലതും അടച്ചുപൂട്ടി. ഇതോടെ ഹൈറേഞ്ചിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഇറച്ചിക്കോഴിക്ക് അവർ നിശ്ചയിക്കുന്ന വില നൽകേണ്ട സ്ഥിതിയാണ്. ന്യൂസ് 18 ഇടുക്കി. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യവുമായി പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ കൃഷി. 6 ഏക്കർ സ്ഥലത്താണ് വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത്. നാടൻ മുതൽ വിദേശ ഇനങ്ങൾ വരെ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് കൃഷി. പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈന്റെ സ്ഥലത്താണ് ഇത് ആരംഭിച്ചത്. മുഹമ്മദ് മുഹ്സിൻ MLA വിത്തുവിതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൈരളി സ്വയം സഹായ സംഘം അതിന്റെ നേതൃത്വത്തിലുള്ള കൃഷി ഇന്ന് അതിന്റെ വിത്തിടൽ കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ആഘോഷങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ പിന്തുണയോടുകൂടിയാണ് കർഷകർ ഇത് ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള 19 ഇനം പച്ചക്കറികൾ തന്നെ നമ്മുടെ വിഷുവിന് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും അതോടൊപ്പം തന്നെ വിവിധ ഇനം ഫ്രൂട്ട്സും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. 6 ഏക്കർ സ്ഥലത്ത് വെണ്ട, വഴുതന, കുമ്പളം, മത്തൻ, ചുരയ്ക്ക, പയർ, മുളക്, വെള്ളരി, പടവലം, പാവയ്ക്ക, പീച്ചിങ്ങ, ചീര, അറബി നാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിയാർ തുടങ്ങിയ പച്ചക്കറികളും വ്യത്യസ്ത ഇനം തണ്ണിമത്തനുകൾ, ബട്ടർനട്ട് എന്നിവ സക്കീറിന്റെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട്. നമ്മളെ ഈ വിഷരഹിത പച്ചക്കറിയുമായി ബന്ധപ്പെട്ടിട്ട് പല തവണയായി നമ്മളെ ബാങ്കുമായി സഹകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹായത്തോടെ ഈ കുറഞ്ഞ കാലയളവായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷം വിഷുവിനും അതുപോലെ തന്നെ ഓണത്തിന് പ്രത്യേകത പൂക്കളും അങ്ങനെ പല ഇന പച്ചക്കറികളും ആയിട്ട് വർഷങ്ങളോളമായി. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇന്ന് ഇതിൻ്റെ വിത ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത തന്നെ ഒരു 60 ദിവസം കഴിഞ്ഞാൽ നമുക്ക് തണ്ണിമത്തൻ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൂതന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ട്രിപ്പ് ഇറിഗേഷൻ മാർഗമാണ് ജലസേചനത്തിന് അവലംബിക്കുന്നത്. നിരവധി വർഷങ്ങളായി സക്കീറിന്റെ കൃഷിയിടത്തിൽ പച്ചക്കറികളും ചെണ്ടുമല്ലിയും കപ്പ കൃഷിയുമൊക്കെ നടന്നു വരുന്നു. പൊതുവിപണികളിൽ എത്തുന്നതിന് മുൻപ് തന്നെ മിതമായ വിലയിൽ പ്രദേശവാസികൾ ഇവിടെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളെല്ലാം കൃഷിയിടത്തിൽ തന്നെ ചിലവാകും. ന്യൂസ് 18 പാലക്കാട്.
10 നാൾ ഉത്സവരാവുകൾ സമ്മാനിക്കാൻ പാലക്കാട് കുടുംബശ്രീ മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ നാളെ മുതൽ ജനുവരി 11 വരെ നടക്കുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്രത്തിലാദ്യമായി 10 ദിവസം നീണ്ടുനിൽക്കുന്ന വിപണന കലാമേള തൃത്താല മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നതിന്റെ ആവേശത്തിലാണ് നാട്. 250-ലധികം സ്റ്റാളുകൾ മേളയിലുണ്ടാകും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭകർ നിർമ്മിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ലഭ്യമാകും. നാളെ മുതൽ ജനുവരി 11 വരെ ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്ര മൈതാനത്തും സമീപത്തുമായി നടക്കുന്ന 13ാമത് ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ നേരിട്ട് വാങ്ങാൻ മേളയിൽ അവസരമുണ്ട്. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും തനത് രുചികൾ ആസ്വദിക്കാൻ കഴിയുന്ന മെഗാ ഫുഡ് കോർട്ട് ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. നവ്യ നായർ, റിമി ടോമി, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, സ്റ്റീഫൻ ദേവസി തുടങ്ങി പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഓരോ ദിവസവും അരങ്ങേറും. പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ, വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രവേശനം സൗജന്യമായിരിക്കും. ന്യൂസ്